യുദ്ധങ്ങളുടെ തമ്പുരാനായ ഓഡിൻ ദേവൻ സാക്ഷി, കോട്ടകൊത്തളങ്ങളും സിംഹാസനങ്ങളും കശക്കിയെറിഞ്ഞ വൈക്കിങ്ങുകളുടെ പിന്മുറക്കാർ മയാമിയിലെ പച്ചപ്പുലിവരിച്ച അങ്കത്തട്ടിലേക്ക് ഇറങ്ങുകയാണ്. രക്തനദികളെ വകഞ്ഞുമാറ്റിയ ആർത്തിരമ്പുന്ന തിരമാലകളെ അതിജയിച്ച നോർവീജിയൻസ്. എതിരാളികൾ ചില്ലറക്കാരല്ല, പ്രതാപങ്ങളും പോരാട്ടവീര്യങ്ങളും പേറുന്ന പ്രൗഢ സിംഹാസനങ്ങളുടെ കാവലക്കാർ. രക്തവും വിയർപ്പുമൊഴുക്കിയ സാമ്രാജ്യങ്ങൾ കീഴടക്കിയവർ. സിംഹഗർജനങ്ങളുടെ മണ്ണായ ഇംഗ്ലണ്ട്, തോൽവിയെ മരണമായി കണ്ട പൂർവ്വകാല പോരാളികളുടെ പിന്മുറക്കാർ. കാൽപന്തിലെ നിലനിൽപ്പിന്റെ പോരാട്ടത്തിനിറങ്ങുമ്പോൾ എന്തു സംഭവിക്കും? ചിന്തകളെ ചൂടുപിടിപ്പിക്കുന്ന, നെഞ്ചിടിപ്പുകളെ ശരവേഗത്തിലാക്കുന്ന പോർ പെരുമ്പറയുടെ കൗണ്ട് ഡൗൺ തുടങ്ങുകയാണ്. നോർവേ ഇംഗ്ലണ്ട് പോരാട്ടത്തിന്റെ കാത്തിരിപ്പിന് വേഗം കൂടുന്നു. പുലർച്ചെ 2:30 ഈ ആവേശ പോരാട്ടം. ഇപ്പോൾ മത്സരത്തിന്റെ വിശകലനങ്ങൾക്കായി വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് അസർ ബിൻ അസീസ് കൂടി ചേരുന്നു. അസർ, സ്വാഗതം. ആദ്യം ഒരു വാക്ക് പറഞ്ഞു പോകുന്നത്, ഈ വീഡിയോ ഒരുക്കിയ ബിൻഷാ മുഹമ്മദിനൊപ്പം തന്നെ നമ്മുടെ ഗ്രാഫിക്സ് ടീമിന് നന്ദി അറിയിക്കുന്നു. ഒരു അതിഗംഭീര വീഡിയോ തന്നെയായിരുന്നു എന്നുള്ളത് തന്നെ. ഈ രണ്ട് ടീമുകളുടെ ആ പോരാട്ട വീര്യം കാണിക്കാൻ ഇതിനപ്പുറം എന്ത് എന്നത് ചോദിക്കാനില്ല. അപ്പോൾ മത്സരത്തിന്റെ വിശേഷത്തിലേക്ക്, ഈ ലോകകപ്പിലെ ക്വാർട്ടർ ഫിക്സറിലെ ഏറ്റവും ബെസ്റ്റ് പോരാട്ടം എന്ന് വേണമെങ്കിൽ പോലും നമുക്ക് ഈ മത്സരത്തെ വിശേഷിപ്പിക്കാം. ഇന്നലെ കണ്ട സ്പെയിൻ്റെ മത്സരത്തേക്കാൾ ഒരുപക്ഷെ ആവേശമുള്ള ഒരു മത്സരമായിരിക്കും ഇംഗ്ലണ്ട് നോർവേ മത്സരം. അർജന്റീനയുടെ മത്സരം നാളെ രാവിലെയാണ്, മറ്റന്നാൾ രാവിലെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ നാളെ രാവിലെ പുലർച്ചെ നടക്കുന്ന ഈ മത്സരം അത്യന്തം വാശിയേറിയതും ആവേശം നിറഞ്ഞതുമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. രണ്ട് കരുത്തരായ ശക്തികൾ. ഒരുപക്ഷെ ഇംഗ്ലണ്ട് ഫുട്ബോളിന്റെ കിരീടം, കനക കിരീടം സ്വന്തം വീട്ടിലേക്ക്, അല്ലെങ്കിൽ ആതിഥേയർ, അല്ലെങ്കിൽ ആ കണ്ടുപിടിച്ച രാജ്യത്തേക്ക് ഇറ്റ്സ് ഹോം എന്നുള്ള ഒരു കാലം കുറയായി, വർഷങ്ങളായി, 6 പതിറ്റാണ്ടുകളോളമായി കാത്തിരിക്കുന്ന ഒരുപാട് കാലമായി. അപ്പോൾ ഇത്തവണ ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഇംഗ്ലണ്ട് ടീമിന് ഇനിയൊരു കിരീടം നേടാനുള്ള ടീം ഉണ്ടാവുമെന്നുള്ള സംശയമുണ്ട്. ഹാരി കെയ്ൻ ഉൾപ്പെടെയുള്ള താരങ്ങൾ മികച്ച ഫോമിലാണ്. ടാലന്റ് ഫാക്ടറിയാണ്, സംശയം വേണ്ട. എല്ലാ കാലത്തും മികച്ച ടീമും സുവർണ്ണ തലമുറയും ഉണ്ടാവും, പക്ഷെ ഒരു കാലത്തും കപ്പടിക്കില്ല. അല്ല, ഈ വർഷം നോക്കുമ്പോൾ നമുക്ക് അതിനൊന്നും കൂടെ സാധ്യതയുണ്ടെന്ന് പറയാം. ഹാരി കെയ്ൻ ഉണ്ട്, ബെല്ലിംഗ്ഹാം ടീം എന്ന നിലയിൽ ഒത്തിണക്കത്തോടു കൂടി കളിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഹാരി കെയ്നും ബെല്ലിംഗ്ഹാമും തമ്മിലുള്ള ഒരു കോംബോയിലാണ് ഈ മത്സരത്തിൽ അവർ അടിച്ചുകൂട്ടിയ ഗോളുകളിൽ മിക്കതും അവർ തമ്മിലുള്ള ഒരു കോംബോയിൽ പിറന്ന 10 ഗോളാണ് ഇതുവരെ അടിച്ചുകൂട്ടിയത്. ഹാരി കെയ്ൻ 6 4 ജൂഡ് ബെല്ലിംഗ്ഹാം. ഗോൾ അടിക്കാനും ഗോൾ അടിപ്പിക്കാനും ഒരുപോലെ താല്പര്യമുള്ള 2 താരങ്ങൾ. അതിനപ്പുറത്തേക്ക് ബുക്കായോ സാക്കയുണ്ട്, ഗോർഡൻ ഉണ്ട്, റാഷ്ഫോർഡ് ഉണ്ട്. അങ്ങനെ കളത്തിൽ 11 ഇറക്കിയാലും പകരക്കാരിൽ നിന്ന് വരുന്നവർ കൂടി ആൻഡേഴ്സൺ തുടങ്ങി ഒരു നല്ല 11. അതിനപ്പുറം അതിനോട് കിടപിടിക്കുന്ന ഒരു ബെൻ സ്ട്രെങ്ത് ഉള്ള ടീം. ഫ്രാൻസിനും ഇംഗ്ലണ്ടിനും സ്പെയിനിനൊക്കെ തന്നെ മാത്രം അവകാശപ്പെട്ട ഒരു പ്രത്യേകതയാണ് ഈ ലോകകപ്പിൽ. അത് നമ്മൾ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ കണ്ടതാണ്. ഇപ്പോൾ റൗണ്ട് ഓഫ് 32-ലാണെങ്കിലും പിന്നിൽ നിന്ന് ശേഷം കയറി വരുന്നു. അതിനുശേഷം പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ 10 പേരായി ചുരുങ്ങിയ മത്സരത്തിൽ മെക്സിക്കോ ആയിട്ട് ഒരുപക്ഷെ ഇംഗ്ലണ്ട് കളിച്ചതിൽ ഗ്രൂപ്പ് ഘട്ടത്തിലാണെങ്കിലും റൗണ്ട് ഓഫ് 32-ലാണെങ്കിലും പ്രീ ക്വാർട്ടറിലാണെങ്കിലും ഒരു മികച്ച മത്സരം കണ്ട ഒരു കളിയായിരുന്നു അത് മെക്സിക്കോ ആയിട്ടുള്ള മത്സരത്തിൽ. അതിൽ 10 പേരായി ചുരുങ്ങി ടീം തിരിച്ചു വരുന്നു, വിജയിക്കുന്നു. അപ്പോൾ നമ്മൾ മറുഭാഗത്ത് നിൽക്കുന്ന ടീമിനെ കുറിച്ച് കൂടി പറയേണ്ടതുണ്ട്. നോർവേ. ഒരുപക്ഷെ നമ്മൾ രാവിലെ എല്ലാം അതിനെക്കുറിച്ച് സ്റ്റോറി കൊടുത്തതാണ്. മുൻ തലമുറക്കാരുടെ, അല്ലെങ്കിൽ തങ്ങളുടെ സ്വന്തം അച്ഛന്മാരുടെ ഒരു സ്വപ്നം അത് നേടിയെടുക്കാൻ പുറപ്പെട്ടിരിക്കുന്ന മക്കൾ 3 പേര് കളിക്കുന്ന ഒരു ടീം വലിയ മുന്നേറ്റം നടത്തി. ഗ്രൂപ്പ് ഘട്ടത്തിലാണെങ്കിലും നോക്കൌട്ടിലാണെങ്കിലും ഇപ്പോൾ പ്രീ ക്വാർട്ടറിൽ ഒരുപക്ഷെ 6ാം കിരീടം നേടാൻ വന്ന ബ്രസീലിനെ അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അട്ടിമറി, അല്ലെങ്കിൽ അവരെ അട്ടിമറി എന്നതിനപ്പുറത്തേക്ക് മികച്ച മത്സരം പുറത്തെടുത്തു, ഗോൾ അടിച്ചു, ഗോൾ കണ്ടെത്തുന്നതിൽ വിജയിച്ചു. അങ്ങനെ ആ ഒരു പോരാട്ടവീര്യം പുറത്തെടുത്ത് ക്വാർട്ടറിലേക്ക് എത്തിയ നോർവേ ആണ്. അവിടെ എടുത്തു പറയേണ്ടത് എർലിംഗ് ഹാലൻഡ് ഉണ്ട്. ഏത് പൊസിഷനിൽ നിന്നും ഗോൾ അടിക്കാൻ പറ്റുന്ന താരം, ഒരു ബീസ്റ്റ് ആണ് അദ്ദേഹം. അദ്ദേഹത്തിനെ ഒരു മനുഷ്യൻ എന്നൊക്കെ വിശേഷിപ്പിച്ചാൽ കുറഞ്ഞു പോകുന്നുള്ളതായിരിക്കും. അതായത് എങ്ങനെയാണെങ്കിലും ഗോൾ അടിക്കാൻ വേണ്ടി മാത്രം ജനിച്ച ഒരു മനുഷ്യൻ, അത്ര കണ്ടൊരു ബീസ്റ്റ്. ആ മോഡിൽ വരുന്നു, ഗോൾ അടിക്കുന്നു, പോകുന്നു. അതല്ലാതെ അയാൾക്ക് വേറെ റോളൊന്നും ഇല്ലാത്ത പോലെയാണ്. ഹാലൻഡിലേക്ക് പന്തെത്തിക്കാൻ മിഡ്ഫീൽഡിൽ കളിമനയാൻ നായകനുണ്ട്. അവിടെ നിന്ന് പന്ത് ഒഡേഗാർഡ് ഉണ്ട്. ഒഡേഗാർഡിൽ നിന്ന് പന്ത് ഹാലൻഡിലേക്ക് എത്തും. അവിടെ സെർലോത്തുണ്ട് മുന്നേറ്റ നിരയിൽ. ഇപ്പുറത്ത് ന്യൂനസ് ഉണ്ട്. അങ്ങനെ മികച്ച ഒരു മുന്നേറ്റ നിരയും മധ്യനിരയും അടങ്ങുന്ന ഒരു ടീം. ഒരുപക്ഷെ ഇംഗ്ലണ്ടിനെ എടുത്ത് പരിശോധിച്ചാൽ പ്രതിരോധ നിര അത്ര ബലം കാണുന്നുണ്ടോ കഴിഞ്ഞ മത്സരങ്ങളിൽ എന്നുള്ള ഒരു സംശയമുണ്ട്. പ്രശ്നമാണ്. പക്ഷേ നമ്മൾ നോർവേയിലേക്ക് വരുമ്പോൾ പിന്നെയും ഗോൾ കീപ്പർ ബ്രസീലിനെതിരെ മികച്ച പ്രകടനമാണ് നീലാൻഡ് കാഴ്ചവെച്ചത്. ഒരുപക്ഷെ ആ പ്രകടനം തുടർന്നാൽ ഇന്നലെയൊക്കെ നമ്മൾ കണ്ടതുപോലെ ആ ഗോൾ വല ബിഗ് സ്റ്റേജസിൽ മോശമാക്കിയിട്ടില്ലാത്ത ഒരു ഗോൾ കീപ്പറാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു ഗംഭീര 2 ടീമുകൾ. ആ 2 പേരും അടിപൊളിയായി കളിക്കുമെന്ന് പ്രതീക്ഷ.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.